നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. റീസ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹാർട്ട്ഫുൾനെസ് സഹജമാർ സിസ്റ്റം പരമ്പരാഗതമായിട്ടുള്ള യോഗ പദ്ധതികളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ലളിതമായി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. ആധ്യാത്മികതയും ഭൗതികതയും രണ്ട് ചിറകുകൾ പോലെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുകൊണ്ട് ഇതൊരു മാൻഡേറ്ററി കാര്യം, അല്ലാതെ ഇത് ഓപ്ഷണൽ സബ്ജക്റ്റ് അല്ല എന്ന് സഹജമാർഗത്തിലെ ഗുരുനാഥനായിട്ടുള്ള ചാരിജി മഹാരാജ് പറയാറുണ്ടായിരുന്നു. അപ്പം എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷൻ എന്നുള്ള ഈ ഒരു പദത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കും. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് മനസ്സിലാക്കുന്നത്. എഡ്യൂസ്. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ സ്വയം തിരിച്ചറിയാൻ, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ലേണിംഗ്. ആരും നമ്മൾ പഠിപ്പിക്കല്ല. നമ്മുടെ തന്നെ ഉള്ളിലുള്ള അജ്ഞാനം, ഇഗ്നോറൻസ്, അഹങ്കാരം കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള നമ്മുടെ തന്നെ മുൻവിധികൾ, നമ്മുടെ കോൺസെപ്റ്റ്സ്, അത് യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഉള്ളിലുള്ള ആ സീഡായിട്ടുള്ള അറിവിനെ പ്രകടിപ്പിക്കുന്നതിനും തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ തരത്തിൽ നമ്മുടെ വ്യാഖ്യാനങ്ങൾ, നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻസ് ഒക്കെ മാറ്റി നിർത്തുക. നമ്മുടെ സെൽഫിഷ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്സ് മാറ്റി നിർത്തുക. എന്നിട്ട് ആ ഒറിജിനൽ ഫ്ലോനെ നമ്മളിലൂടെ ഒഴുകാൻ അനുവദിക്കുക. അങ്ങനെയാകുമ്പോൾ ജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എക്സ്പ്രഷനായിട്ട് മാറും. നമ്മൾ പഠിക്കുന്നതല്ല, നമ്മുടെ ക്യാരക്ടറിലൂടെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നതാണ് ജ്ഞാനം. അപ്പം യഥാർത്ഥത്തിൽ ജ്ഞാനിയെ അറിയേണ്ടത് ക്യാരക്ടറിലൂടെയാണ് എന്നുള്ളത് എല്ലാ പ്രഗത്ഭന്മാരായിട്ടുള്ള മാസ്റ്റേഴ്സും ഫിലോസഫേഴ്സും പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു, ഗുണാതീതൻ എന്ന് പറയുന്നു, ഭക്തൻ എന്ന് പറയുന്നു. ഇതൊക്കെ ജ്ഞാനികളാണ്. അതായത് ശരിക്കുള്ള ആ നോളജിൽ നിൽക്കുന്നവർ, എൻലൈറ്റൻഡ്. അപ്പോൾ അവരോട്
ചോദിക്കേണ്ട കാര്യമില്ല, അവരെ ഒബ്സർവ് ചെയ്താൽ മതി, നമുക്ക് ഈ ജീവിതത്തിലെ പാഠങ്ങൾ പഠിക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ശരിക്കുള്ള ആ സ്റ്റേറ്റ്, ആ ജ്ഞാനത്തിന്റെ സ്റ്റേറ്റ്, ആ ഒറിജിനൽ ആ അവസ്ഥ, അതാണ് നമ്മുടെ ഒറിജിനൽ അവസ്ഥ. സമ ആദി എന്ന് ബാബുജി മഹാരാജ് ഒറിജിനൽ അവസ്ഥ, ഈ ക്രിയേഷൻ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേറ്റ്, അത് എൻ്റെ ഉള്ളിലുണ്ട്. അത് എക്സ്പ്രസ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള മുൻവിധികൾ അവിടെ കൊണ്ടുവരുന്നത് കൊണ്ട് ആ പ്യൂർ ആയിട്ടുള്ള അറിവ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നില്ല, ഒറിജിനൽ നോളജ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ ആ ഒരു അറിവിനെ അറിയുന്നവരാണ് യഥാർത്ഥ ജ്ഞാനി എന്ന് ഭഗവാൻ പറയുന്നത്, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ആ ഒരു ജ്ഞാനം എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാതെ വരുന്നത് ശരിക്കും വലിയ കഷ്ടമുള്ളൊരു കാര്യം. ഒരു ജീവിയെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്തായിത്തീരണം എന്ന്. ഒരു പശുവിനോ ഒരു പൂച്ചയ്ക്കോ ഒരു കോഴിക്കോ തത്തയ്ക്കോ ഒരു കല്ലിനോ അവർക്കൊന്നും അവര് ധർമ്മം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവർ നാച്ചുറലി ആ സ്റ്റേറ്റ് തന്നെയാണ്. അവർ ഇൻറ്റ്യൂട്ടീവായിട്ട് ആ ജീവിതം ജീവിക്കുന്നു, ആ ജീവിത ചക്രം കടന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ മനുഷ്യന് ഇത് പഠിക്കേണ്ടി വരികയാണ്. ആ നാച്ചുറൽ വിധത്തിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് പോകാനുള്ള കാരണം ഈഗോ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. ഈഗോ നമുക്ക് ഡെവലപ്പ് ചെയ്തിരിക്കും, നമ്മളിൽ ഡെവലപ്പ് ചെയ്തിരിക്കും. അതുകൊണ്ട് നമുക്ക് ചുറ്റും നിരീക്ഷിക്കാനും വ്യത്യസ്തത കാണാനും നമുക്ക് സാധിക്കും, അതർനെസ് കാണാൻ സാധിക്കും. അപ്പൊ നമുക്കൊരു അപൂർണത തോന്നുകയാണ്. നമ്മളെക്കാളും വേഗതയിൽ പറക്കുന്ന പക്ഷികൾ, നമ്മളെക്കാൾ ശക്തന്മാരായിട്ടുള്ള മൃഗങ്ങൾ, ആ സ്പേസിൽ സഞ്ചരിക്കുന്ന സാറ്റലൈറ്റ്സ്, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ വേണമെന്ന് തോന്നുന്നു. ഈ തരത്തിലുള്ള ഈ ഡിഫറൻസിയേഷൻ നമ്മുടെ സ്വന്തം ക്രിയേഷനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ മിസ്റ്റേക്കാണ്. നമ്മൾ ജാഗ്രത അവസ്ഥയിൽ ഉണർന്നു കഴിഞ്ഞ ശേഷം അത് കാണും. സ്വപ്നാവസ്ഥയിൽ ഇതെല്ലാം നമ്മളിൽ തന്നെ സ്വപ്നാവസ്ഥയിൽ സുഷുപ്തി അവസ്ഥയിൽ നമ്മളിൽ ഇതെല്ലാം വിജയം പ്രാപിക്കുന്നു. അപ്പൊ അതിനേക്കാളും അപ്പുറമുള്ള സമാധി, സെറ്റിൽഡ് ആയിട്ടുള്ള അവസ്ഥ, നമ്മൾ സുഷുപ്തി അവസ്ഥയിൽ അനുഭവിക്കുന്ന ആ സെറ്റിൽനെസ്, പൂർണ്ണമായിട്ടുള്ള ബോധത്തോട് കൂടിയിട്ട് സെറ്റിൽഡ് ആയിട്ടുള്ള അവസ്ഥ അനുഭവിക്കുന്നതിനെ സമാധി എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരിക്കുള്ള നേച്ചറാണ്. അപ്പോൾ സമാധി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ നേടേണ്ട ഒരു കാര്യം എന്നുള്ളതിലുപരി നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴെങ്കിലും സമാധി അനുഭവിച്ചു എന്നുള്ള വലിയ കാര്യം, നമ്മൾ ഉറങ്ങിപ്പോയി എന്ന് പറയുന്ന പോലെയാണ്. ഞാൻ ഇന്നലെ ആഴത്തിൽ ഉറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, തിരിച്ചു വരുമ്പോൾ പഴയ ആൾ തന്നെ. ഒരു ഉറക്കം ഒരാളെ ഒരിക്കലും മാറ്റില്ല. അതുമാതിരി ടെമ്പററി ആയിട്ട് അനുഭവിക്കുന്ന ഒരു സമാധി നമ്മളിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നില്ല. തിരിച്ചു വന്ന ആ അവസ്ഥയെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അതിൽ നമ്മൾ പൂർണ്ണ അവയർനെസ്സിൽ അവിടെ എത്തിച്ചേരണം. അതാണ് സഹജമാർഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ധ്യാനം എന്നുള്ള പദത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി. ദാജി ധീയിലുള്ള യാനം, ഡിവൈൻ വിസ്റ്റം നമുക്ക് വെഹിക്കിളായിട്ട് നമ്മളെ നയിക്കുമ്പോഴാണ് ശരിക്കും അത് ധ്യാനമായി മാറുന്നത്. നമ്മളില്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ, സാധാരണ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ മുന്നത്തെ സങ്കല്പങ്ങളെ കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യാന്നേ അർത്ഥമാകും. കള്ളന്മാരും മെഡിറ്റേറ്റ് ചെയ്യാൻ, പ്രീ മെഡിറ്റേറ്റഡ് മർഡർ എന്നൊക്കെ പറയും. കക്കുന്നതിന് മുമ്പ് മെഡിറ്റേറ്റ് ചെയ്യുക, കൊല്ലുന്നതിന് മുമ്പ് മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പൊ അതിന് മെഡിറ്റേഷൻ എന്ന് പറയും. പക്ഷെ അതല്ല മെഡിറ്റേഷൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥമായിട്ട് ആ സോഴ്സിലേക്ക് കണക്റ്റഡ് ആവാനുള്ള വഴിയാണ്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ യാനത്തിൽ തന്നെ യാത്ര. അപ്പൊ നമുക്ക് ആകാശത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ തന്നെ വേണം, അന്തരീക്ഷത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ്റെ അപ്പുറം റോക്കറ്റ് വേണം. ഓട്ടോറിക്ഷ ഉപയോഗിച്ചിട്ട് നമുക്ക് അന്തരീക്ഷത്തിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അതിന് പറ്റുന്ന ഒരു വെഹിക്കിൾ തന്നെ നമുക്ക് വേണം. അപ്പൊ ആ വെഹിക്കിൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ നിയമങ്ങളുടെയും ആധാരമായിട്ടുള്ള ആ ഋതം, അതിനാണ് നമ്മൾ പ്രാണാഹുതി എന്നാണ്. പ്രാണസ്യ പ്രാണം, പ്രപഞ്ചത്തിന്റെ ഋതം, പ്യൂറായിട്ടുള്ള ഋതം, അതിലേക്ക് കണക്റ്റഡ് ആയിട്ട് നമ്മൾ യാത്ര ചെയ്യും. മനസ്സ് അതിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സമാധിയിലാണ് എത്തുന്നത്. സമാധിയിൽ എത്തേണ്ട കാര്യമില്ല. നമ്മൾ പ്രാണാഹുതി ലഭിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ സമാധിയിലാണ്. ഒരു പക്ഷേ ധ്യാനിക്കുമ്പോൾ ചിന്തകൾ വരുന്നു, അതൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ദാറ്റ്സ് ഓൾ. എന്നോട് കണ്ണ് തുറക്കുന്നതോട് കൂടിയിട്ട് പെട്ടെന്ന് നമ്മൾ വേറൊരു ലോകത്തുനിന്ന് വന്ന പോലെ തോന്നും. കാരണം നമ്മൾ ആ യാനത്തിലാണ് യാത്ര ചെയ്യുന്നത്. ആ യാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പല സീനറി കാണും. ഇപ്പൊ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പല സീനറി കാണും, പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പല സീനറി കാണും. അതുപോലെ ധ്യാനം ചെയ്യുമ്പോൾ പ്രാണാഹുതി എന്നുള്ള ഈ വെഹിക്കിളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സീൻസ് കാണും. പക്ഷെ ആ സീൻസ് എന്താണ്? നമ്മൾ യാത്ര ചെയ്യുന്ന നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലുള്ള
നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പേഴ്സണാലിറ്റീസിന്റെ പല പല എക്സ്പ്രഷൻസ് നമ്മൾ കാണും. അതിനൊക്കെ അവഗണിക്കുക. അതൊന്നും നമ്മുടെ ലക്ഷ്യമല്ല. നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ്, മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് നിലനിർത്തുക. അപ്പോൾ അതിന് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ആക്സെപ്റ്റൻസും പൂർണ്ണമായിട്ടുള്ള ഒരു സമർപ്പണവും വേണം. ലൈഫ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. ജീവിതത്തിൽ തന്നെ നമ്മൾ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം, മൂല്യങ്ങൾ കൊണ്ടുവരണം. അങ്ങനെയാകുമ്പോൾ ധ്യാനം കൂടുതൽ ഡീപ്പാവും. ഇവിടെ നമുക്ക് അറ്റാച്ച്മെന്റ് ഇല്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കും. മനസ്സ് ഇവിടെ പ്രവർത്തിക്കും, എൻ്റെ ഡ്യൂട്ടി ചെയ്യും, റെസ്പോൺസിബിലിറ്റി നിർവഹിക്കുക. അതിനുശേഷം വിഡ്രോ ചെയ്യുക. നമുക്ക് ആ ഒറിജിനൽ, ആ പ്യൂർ ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ധ്യാനം കൂടുതൽ ഡെപ്തിലേക്ക് പോകും. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ധ്യാനം നമ്മൾ ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ക്യാരക്ടർ ഇത്തരത്തിൽ പ്യൂർ ആയിട്ടുള്ള ക്യാരക്ടർ കൊണ്ടാണ്. കൂടുതൽ പ്യൂർ ആകുമ്പോൾ ധ്യാനം കൂടുതൽ ഡെപ്തിൽ പോകും. ഇങ്ങനെ പോയി ആ സൈക്കിൾ ചുരുങ്ങി അവസാനം നമ്മൾ ധ്യാനാവസ്ഥ തന്നെയായി മാറും. പ്രാർത്ഥന ഇല്ലാതെ ധ്യാനം ഈ സക്സസ്ഫുൾ ആവില്ല നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ സഹജമാർഗത്തിലെ ധ്യാനത്തിൽ അതിൻ്റെ ആ യഥാർത്ഥത്തിലുള്ള പുഷ് കൊടുക്കുന്നു പ്രാർത്ഥനയാണ്. ഞാൻ എന്നുള്ള ഭാവം നമ്മുടെ മാസ്റ്ററെ, നമ്മുടെ എല്ലാവരുടെയും സ്രോതസ്സിന്റെ പടിവാതിലെത്തിയിട്ട് ഞാൻ വിഡ്രോ ചെയ്യാൻ അദ്ദേഹത്തെ അനുവദിക്കുകയാണ് പോകുന്നത്. അപ്പോഴാണ് നമ്മൾ ധ്യാനത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ധ്യാനാവസ്ഥ എന്നുള്ളത് നമുക്ക് കൈവരിക്കേണ്ട ഒരു കാര്യമാണ്. അത് സ്ഥിരമായിട്ട് മാറും. അപ്പോഴാണത് സമാധി എന്ന് പറയുന്നത്. അത് സഹജമായി മാറും, നമ്മുടെ ക്വാളിറ്റി ആയിട്ട് മാറും. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ എന്തായിരിക്കണമോ അത് തന്നെയായിട്ട് നമുക്ക് നിലകൊള്ളാൻ സാധിക്കും. അതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത്, ഞാൻ ദൈവപുത്രനാണ്, നിങ്ങളും ദൈവപുത്രന്മാരാണ്, ഞാനത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമ്മൾ ആ ഡിവൈൻ ആയിട്ടുള്ള കിങ്ഡത്തിന്റെ സന്തതികൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുക. എന്തൊരു സന്തോഷവും എന്തൊരു ആനന്ദമുള്ള ജീവിതമായി. ഇതാണ് എഡ്യൂക്കേഷന്റെ കൺവെൻഷൻ. ഇതാണ് ശരിക്കും പെർഫെക്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്കിവിടെ നിർത്താം. അടുത്ത സെഷൻ വരെയും വിടുവാങ്ങുന്നു. നന്ദി, നമസ്കാരം.